നമ്മൾ ബാംഗ്ലൂർ വരെ പോവുകയാണ് കണ്ടോ. പെട്ടിയും വട്ടിയൊക്കെ ആയിട്ട് പോകുന്നതാണ്. കായംകുളത്തുനിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ. ഞങ്ങൾ പിന്നെ പോകുന്ന വഴി ഒരു ഷോപ്പിൽ കയറി ഞാനൊരു ഫ്രഷ് ലൈം കുടിച്ചു. അവർ രണ്ടുപേരും ഒരു ചായ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 STT കോച്ചിലായിരുന്നു ട്രെയിൻ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാനും ചേട്ടനോടാണ് പോകുന്നത്. ഞങ്ങളെ കൊണ്ടുവിടാൻ വന്നതാണ് ദിവൻ. അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്ന് ട്രെയിൻ വരാറായപ്പോഴാണ് ഓർത്തത് കഴിക്കാൻ മേടിച്ച ഫുഡ് വണ്ടി വെച്ച് മറന്നുപോയി ഗൈസ്. മേടിച്ച് വെച്ചപ്പോഴേ പറഞ്ഞാണ് മറക്കാതെ എടുത്തിട്ട് പോകണമെന്ന്. പക്ഷെ മറന്നു. എന്നിട്ട് ഞങ്ങൾ ഓടിപ്പോയി ഫുഡും എടുത്തിട്ട് തിരിച്ച് വന്നു. പക്ഷേ ട്രെയിൻ വന്നില്ല. സഹിക്കാൻ ഗൈസ്. പക്ഷേ ഇവരുടെ ഉപദേശം ട്രെയിനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനെന്തോ വളർന്നിട്ടില്ലാത്ത പിള്ളേരെ പോലെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ അതും കേട്ട് അവിടെ ഇരുന്നപ്പോൾ ദേ ദൂരേന്താ നമ്മുടെ ട്രെയിൻ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. 6:30 കായംകുളത്തു നിന്ന് എടുക്കുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേന് ബാംഗ്ലൂർ എത്തും. ഒരു 11:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ സീറ്റേ കിട്ടിയിട്ടുള്ളായിരുന്നേ. 47 സ്ലീപ്പറിലായിരുന്നു. ഞാനും അവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പെടലി ഒടിഞ്ഞ് കിടക്കുന്നത് കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. TTRന് വന്നപ്പോൾ സഹതാപം തോന്നി. മക്കളെ അവിടെ ഒരു സീറ്റുണ്ട്, അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ നീറ്റ് പോയി. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അവിടെ ഇറങ്ങി. ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.